ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലപ്പുറം കോട്ടക്കുന്നിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതായി വണ്ടൂരിൽ നിന്ന്. അപ്പോൾ 19 വയസ്സായിട്ടുള്ള ബസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കാണാതായത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുവരെ. പക്ഷേ ഇപ്പോൾ കുറച്ച് മുന്നേ ആ കുട്ടിയെ കോഴിക്കോട് നിന്നിട്ട് കണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ആ കുട്ടിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്, ലാസ്റ്റായിട്ട് വരുന്ന ന്യൂസ്. അപ്പോൾ ഇനി ഈ വീഡിയോ ആരും പരമാവധി ഷെയർ ചെയ്യട്ടോ. എല്ലാവരും ഷെയർ ചെയ്യൽ അവസാനിപ്പിക്കുക. ആ കുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ഷെയർ ചെയ്തത്. അപ്പോൾ ആ കുട്ടിയെ കണ്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി ആരും ആ കുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ കുട്ടിയെ ഇപ്പോൾ കണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വണ്ടൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരും ആ കുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക. ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, അത് സത്യമായിട്ടുള്ളൊരു വിവരം തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അല്ലാതെ എല്ലാവരും ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഫാമിലി ആയാലും എല്ലാവരും. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഷെയറിലൂടെയാണ് സാധിച്ചത്. കുറേ ആളുകൾ ഷെയർ ചെയ്ത് പല ഗ്രൂപ്പുകളിലായിട്ടും പല വീഡിയോസായിട്ടും പല ആളുകളും ചെയ്ത ഒരു കാരണം തന്നെയാണ് ഒരു കുട്ടിയെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആ കുട്ടിയെ പറ്റിയിട്ടുള്ള വിവരം കിട്ടിയതും ആ കുട്ടിയെ തന്നെ കണ്ടു കിട്ടിയതും. അപ്പോൾ ഇനി ആരും വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കുട്ടി പോയത്, അതിൻ്റെ പിന്നിലുള്ള കാരണം. അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, വീട്ടിൽ ആലോചിച്ച വിവാഹം അതൊന്നും ഇഷ്ടമല്ലായിട്ടാണ് ആ കുട്ടി തന്നെ കത്തെഴുതിയിട്ട് പോയതാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി എന്നെ തരേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടി കത്തെഴുതി വെച്ചിട്ടാണ് പോയതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടിയ ഒരു ന്യൂസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പിന്നീട് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇനിയിപ്പോൾ അത് എന്ത് തന്നെ ആയാലും അതങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ആ കുട്ടിയെ കണ്ട് കിട്ടിയാലോ. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പുതിയതായിട്ട് വന്നൊരു ന്യൂസ്. അപ്പോൾ ഇനി ആരും വീഡിയോ ഷെയർ ചെയ്യാതിരിക്കും.